ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മുടെ ഡോം എസെൻഷ്യൽ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണിത്. അപ്പോൾ ആദ്യത്തെ ഭാഗം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണണം. ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് കുട്ടികളൊക്കെ പോകുന്നവർ, കോളേജിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഈ രണ്ടാമത്തെ ഭാഗത്ത് ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള, അവർ ആവശ്യപ്പെട്ട് അവരുടെ പേഴ്സണൽ ചോയ്സോട് കൂടി വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. ഇത് വേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. വേണമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ ഇത് തന്നെ ആയിരിക്കണം എല്ലാവരും വാങ്ങിക്കണം എന്നുള്ളതുമില്ല. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് ടേപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യമുള്ള സാധനമൊന്നുമല്ല, വേണമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ ഇത് ഫ്രിഡ്ജിൽ ഒട്ടിക്കുന്ന മാഗ്നറ്റിക് ഡെക്കറേഷൻ സാധനമാണ്. ചെറിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത് മാഗ്നറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് സിപ്ലോക്ക് കൂടാണ്. എന്തെങ്കിലും അത്യാവശ്യം വന്നെങ്കിൽ ഉപയോഗിക്കാന്നുള്ളൂ. വലിയ ഉപകാരമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇതൊരു ട്രിമ്മറാണ്. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 2-in-1 ട്രിമ്മറാണ്. ഇത് ചെറുതായിട്ടും വലുതായിട്ടും നമുക്ക് ട്രിം ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിമ്മർ. പിന്നെ സാനിറ്ററി നാപ്കിൻസ്. ഇത് സൺസ്ക്രീൻ ആണ് കേട്ടോ. സൺസ്ക്രീൻ ഒത്തിരി വെയിലുള്ള സമയത്ത് മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം എന്തായാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതുപോലെ പഗ് സ്പ്രേ, പുറത്ത് കൊതുക് ഒക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. നെയിൽ പോളിഷ് റിമൂവർ. അപ്പോൾ ഇതിൻ്റെ കൂടെ നെയിൽ പോളിഷ് വേണം. നെയിൽ പോളിഷ് ഇവിടെ വെച്ചിട്ടില്ല. പിന്നെ ഉള്ളത് ഫോർക്ക് ആൻഡ് സ്പൂൺ. കുറച്ച് ഡിസ്പോസിബിൾ പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം വന്നെങ്കിൽ ഉപയോഗിക്കാമെന്നേ ഉള്ളൂ. ഇവിടെ കുട്ടികൾക്ക് എല്ലാവരുടെ കഫറ്റേറിയയിൽ നിന്നാണ് അവർ ഫുഡ് കഴിക്കുക. പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. ഒരു പാക്കറ്റ് ബാൻഡേഡ് ഒക്കെ നമുക്ക് ചില സമയങ്ങളിൽ ഉപയോഗം വരുമല്ലോ, അപ്പം വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് വാങ്ങിച്ചു. പിന്നെ ഇത് കോട്ടൺ സ്വാബ്സ് ആണ്. പിന്നെ ഇതൊരു സാധനം, ഇത് നമുക്ക് പേന പെൻസിലൊക്കെ ഇട്ട് വെക്കാനായിട്ട് അവർക്ക് ഇത് ഇഷ്ടമാണ്, ഇങ്ങനത്തെ കപ്പ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മഗ് വാങ്ങിച്ചതാണ്. അതേ ഉള്ളൂ. ഇതൊരു ജ്വല്ലറി ഓർഗനൈസറാണ്. നമ്മുടെ മാലയോ അങ്ങനെയുള്ള സാധനമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. പിന്നെ ഉള്ളത് കോഫ് ഡ്രോപ്സ്. തൊണ്ടയിൽ കിച്ച് അപ്പോൾ ഉപയോഗിക്കാം തണുപ്പൊക്കെ വരുന്ന സമയത്ത്. ഇത് കുറച്ച് ഡെക്കറേറ്റീവ് ലൈറ്റാണ് കേട്ടോ. ഇത് ചെറിയ ഇങ്ങനെ LED ലൈറ്റ് റൂമിലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, കുറച്ച് ആർട്ടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ച് ഫ്രെയിമിൽ അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് പടമൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇതവർ കിടക്കുന്ന സൈഡിൽ വോളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ സ്നാക്സ് കുറച്ച് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യം പിള്ളേർക്കൊന്ന് കഴിക്കണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ന്യൂട്രല ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടെ ന്യൂട്രല വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും പ്രോട്ടീൻ ബാർസോ അങ്ങനെയൊക്കെ പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കുവാണെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഇതൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ബെഡിൻ്റെ സൈഡിൽ 3 പേരുള്ള റൂമായതുകൊണ്ട് അവർക്ക് ഒരുപാട് അങ്ങനെ സ്ഥലം സ്റ്റോറേജിനൊന്നും കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിന് കുറച്ച് പോക്കറ്റൊക്കെ ഉള്ള, ഇത് ബെഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സാധനമാണ്. അപ്പോൾ അത്യാവശ്യം ഇതിനകത്ത് വല്ല ഫോണോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിടക്കാൻ നേരത്തിട്ട് വെക്കാം. പിന്നെയുള്ളത് ഒരു ബ്ലോ ഡ്രയറാണ്, മുടി ഉണക്കാനായിട്ട്. അതുപോലെ ഒരു കേളിംഗ് അയണുണ്ട്. ഇതൊക്കെ എല്ലാം പേഴ്സണൽ ചോയ്സാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. പിന്നെയുള്ളത് ഇതൊരു ക്യാൻഡിൽ വാമറാണ്. അപ്പോൾ നമുക്ക് ഒരു റൂമിന് എപ്പോഴും ഒരു ഫ്രഷ്നെസ് കാണും. അവിടെ നമുക്ക് ഇങ്ങനെ തിരി ഒന്നും കത്തിക്കാൻ പാടില്ല, കാരണം സേഫ്റ്റി ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ക്യാൻഡിൽ വാമർ ഇലക്ട്രിക് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെച്ചാൽ ക്യാൻഡിൽ ഉരുകി അതിൻ്റെ ഒരു സ്മെല്ല് റൂമിൽ വരും. അപ്പോൾ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും ഒരു ഫ്രഷ്നെസ് റൂമിലുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി വാങ്ങിച്ചതാണ്. തികച്ചും പേഴ്സണൽ ചോയ്സാണ് കേട്ടോ. പിന്നെയുള്ളത് ഷൂവും അതുപോലെ ബൂട്ട്. ഇപ്പോൾ സ്നോ ഒക്കെ പെയ്യുന്ന സമയത്താകുമ്പം ബൂട്ട് ഉണ്ടെങ്കിൽ ഉപകാരമായിരിക്കും. പിന്നെ ഷൂ വേണം. ഡ്രസ്സിൻ്റെ കൂടെ നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യുന്ന സമയത്ത് ഇടാനായിട്ടുള്ള ഷൂസ്. പിന്നെ ഇത് സാധാരണ സ്നീക്കേഴ്സ്,
അപ്പോൾ ഇതൊക്കെ എത്രയെണ്ണം വേണം, ഏത് തരമാണ് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു ബാഗ്, ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബാഗാണ്, പല പോക്കറ്റുകളുള്ള. അപ്പോൾ നമുക്ക് വീട്ടിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ലാപ്ടോപ്പ് അങ്ങനെയുള്ള അത്യാവശ്യം 1-2 ജോഡി ഡ്രസ്സും ഒക്കെ കൊണ്ടുപോകാൻ പാകത്തിനുള്ള ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇനിയും ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.